നമസ്കാരം, നാഗലക്ഷ്മിയാണ്, ഇൻഷുറൻസ് അഡ്വൈസർ. ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് LICയുടെ റൈഡറുകളിലൊന്നായ ADDB അഥവാ ആക്സിഡൻറ്റ് ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി ബെനിഫിറ്റിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഈ റൈഡർ പോളിസിയിൽ ഓപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഡെത്ത് സംഭവിക്കുകയോ ആക്സിഡൻറ്റ് വഴി ഡിസബിലിറ്റി സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ റൈഡറിൻ്റെ ബെനിഫിറ്റ് ലഭ്യമാണ്. ആക്സിഡൻറ്റ് സംഭവിച്ച് ആ സമയമോ അതല്ല 150 ദിവസത്തിനുള്ളിലോ മരണപ്പെടുകയാണെങ്കിൽ നമ്മൾ എടുത്ത ADDB തുക എത്ര തന്നെയാണെങ്കിലും നോമിനിക്ക് നൽകുന്നതാണ്. ആക്സിഡൻറ്റ് വന്ന് ഡിസബിലിറ്റിയാണ് സംഭവിക്കുന്നത് എങ്കിൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് 60% അതിലധികമോ ഡിസബിലിറ്റി ഉണ്ടായിരിക്കണം. അത് LIC അപ്രൂവ് ചെയ്ത ഒരു ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് LICയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിസബിലിറ്റി ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്. ഡിസബിലിറ്റി ബെനിഫിറ്റ് കണക്കാക്കുന്നത് ADDB എടുത്ത തുക എത്രയാണോ ആ തുക 120 ഭാഗങ്ങളാക്കി വരുന്ന തുക മാസാമാസം 10 വർഷം നൽകുക എന്നതാണ്. ഉദാഹരണമായി 12 ലക്ഷം ADDB എടുത്ത ഒരു വ്യക്തിക്ക് മാസം തോറും 10,000 രൂപ 10 വർഷം ലഭിക്കുന്നതാണ്. ഇതിനിടയിൽ പോളിസി ഹോൾഡർ മരണപ്പെടുകയോ പോളിസി മെച്യൂരിറ്റി ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി കൊടുക്കാനുള്ള തുക ഒരുമിച്ച് നൽകുന്നതാണ്. പക്ഷേ ഒരു കണ്ടീഷൻ, 2 വർഷം കൂടുമ്പോൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് LICയുടെ അപ്രൂവ്ഡ് ഡോക്ടറിൽ നിന്നും വാങ്ങി ഓഫീസിൽ നൽകേണ്ടതാണ്. ADDB ആഡ് ചെയ്യണമെങ്കിൽ മിനിമം 18 വയസ്സ് തികഞ്ഞിരിക്കണം. 1 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ADDB എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ ബേസിക് സം അഷ്യൂർഡ് എത്രയാണ് എങ്കിൽ അത്രയാണ് മാക്സിമം ലഭിക്കുന്നത്. 50 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്ത ആൾക്ക് 1 കോടിയുടെ ADDB ലഭിക്കില്ല എന്നാണ് ഉദ്ദേശിച്ചത്. കൂടാതെ നിലവിൽ പോളിസി ഉള്ള ഒരാൾക്ക് ADDB ആഡ് ചെയ്യണമെങ്കിൽ ആ പോളിസി ഹോൾഡറിന് മിനിമം 18 വയസ്സായിരിക്കണം. പോളിസി അടച്ചു തീർക്കാൻ 5 വർഷമെങ്കിലും ബാക്കി ഉണ്ടാവുകയും വേണം. പ്രീമിയം അടയ്ക്കുന്ന പീരീഡിൽ എല്ലാ പ്രീമിയം അടച്ചു തീർത്തതാണെങ്കിൽ പോളിസി ഹോൾഡറിന് 70 വയസ്സ് വരെ ആക്സിഡൻറ്റ് കവറേജും ഡിസബിലിറ്റി കവറേജും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞാനുമായി കോൺടാക്റ്റ് ചെയ്യുക. ദിസ് ഇസ് നാഗലക്ഷ്മി, ഇൻഷുറൻസ് അഡ്വൈസർ. Thank you.